NHM ജീവനക്കാരുടെ കരാർ കാലാവധി വെട്ടിച്ചുരുക്കി UDF സർക്കാർ. കരാർ കാലയളവിന്റെ പരിധി വെട്ടിച്ചുരുക്കിയുള്ള സർക്കാർ തന്ത്രത്തിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന്റെ കൈവശമെത്തുന്നത്. ഒരു വർഷത്തെ കരാർ നിയമനങ്ങൾ ഘട്ടം ഘട്ടമായി കുറച്ചു. ജീവനക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു വിവരങ്ങളുമായി. ജ്യോതിഷ്, ഈ NHM ജീവനക്കാരുടെ കരാർ കാലാവധി വെട്ടിക്കുറച്ചിരിക്കുകയാണല്ലോ UDF സർക്കാർ. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? രോഹിണി, NHM ജീവനക്കാരുടെ കാലാവധി വെട്ടിക്കുറച്ചോട് വലിയ ഭീമമായ ഒരു പണപ്പിരിവാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഒരു വർഷം കരാർ കാലാവധി നേരത്തെ ഒരു വർഷമായിരുന്നു. അതിന് മുദ്രപേപ്പറിന് ഒരു വ്യക്തിക്ക് വരുന്നത് 200 രൂപയുടെ മുദ്രപത്രമായിരുന്നു ചിലവായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 1712 NHM ജീവനക്കാരാണുള്ളത്. അവർക്കിപ്പോൾ 3 മാസം വെച്ചുള്ള കാലാവധിയാണ് പുതിയ സർക്കാരിന്, അതായത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള K മുരളീധരൻ അധികാരമേറ്റ ശേഷമുള്ള പുതിയ കരാർ പ്രകാരം 3 മാസം വെച്ചിട്ടുള്ള കരാറാണ് വരുന്നത്. അതായത് ഒരു വർഷത്തിൽ 4 തവണ കരാർ പുതുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 ലക്ഷം രൂപ ഒരു വർഷം വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചിലവാകുന്ന ഈ കരാറിൻ്റെ പേരിൽ സർക്കാരിലേക്ക് എത്തുമെങ്കിൽ ഇപ്പോൾ 13 ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ സർക്കാരിലേക്ക് ഈ പണം എത്തുന്നത്. അത് ഭീമമായി പാവപ്പെട്ടവരിൽ നിന്ന് ഭീമമായ തുകയാണ് ഇതിലൂടെ പിരിച്ചെടുക്കുന്നത്. അത് ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് 13 ലക്ഷത്തിന് മുകളിൽ തുക പിരിച്ചെടുക്കുന്നത്. അത് സംസ്ഥാനമൊട്ടാകെയാകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇതിനെതിരെ NHM ജീവനക്കാർ ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളെ പിഴിയാനുള്ള ഒരു സമീപനമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തങ്ങൾ നിരവധി തവണ ഈ ആവശ്യങ്ങൾ ഇത്രയും എമൗണ്ട് വർദ്ധിപ്പിക്കരുത്, ഈ 3 പഴയ പോലെ തന്നെ വർഷത്തിൽ ഒരു തവണ ഈ കരാർ പുതുക്കാവുള്ളൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നടപടികൾക്കൊന്നും അനുകൂലമായ സമീപനമല്ല പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ NHM ജീവനക്കാർ പറയുന്നത്. ഇത് ഭീമമായ തുക നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നും NHM ജീവനക്കാർ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ NHM ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി, ജ്യോതിഷ് ജനാർദ്ദനനാണ് വിവരങ്ങൾ നൽകിയത്.